കെ ശൈലജ കൂടെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് കുടുംബത്തെ സന്ദർശിച്ച് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ കെ ശൈലജ കൂടെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇത്തരത്തിൽ CPM-ന്റെ എല്ലാ മുതിർന്ന നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ വീട്ടിലെത്തി അനന്തുവിൻ്റെ കുടുംബത്തെ കാണുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതും. എന്തായാലും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ദിവ്യശ്മണി നേരത്തെ ചോദിച്ച അല്പസമയം കൂടെ കഴിഞ്ഞാൽ അനന്തുവിൻ്റെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തും. വളരെ വൈകാരികമാണ് വീട്ടിലെ രംഗങ്ങൾ. കാരണം ഒരിക്കലും അവർ ഇങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. ഇന്നലെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അവർ. ആ ഫുട്ബോൾ കളി കഴിഞ്ഞ് അവർ 5 പേരുണ്ടായിരുന്നു. ഫുട്ബോൾ കളി കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടയ്ക്ക് ഒരു വൈകുന്നേരം 6 മണി 6:30 അടുക്കുന്ന സമയം, ആ സമയത്താണ് ഇവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള മീറ്ററുകൾ മാത്രം ദൂരത്ത് ഉള്ള തോട്ടിലേക്ക് മീൻ പിടിക്കുക എന്ന ഉദ്ദേശത്തോടെ അവരെത്തുന്നത്. അവിടെ ഇങ്ങനെയൊരു കെണി ഉണ്ടായത് അവരൊരിക്കലും ആലോചിക്കുന്നില്ല. ഇങ്ങനൊരു കെണി ഉണ്ടായതിനെ കുറിച്ച് അവർക്കറിയില്ല. നമ്മൾ നേരത്തെ ഇവരുടെ തന്നെ സഹോദരനായിട്ടുള്ള കസിനായിട്ടുള്ള മനീഷിൻ്റെ പ്രതികരണത്തിലും അത് തന്നെയാണ് ഒരിക്കലും അവർ ആലോചിക്കുന്നില്ല ഇങ്ങനൊരു അവിടെ കെണി ഉണ്ടായതോ അതല്ലെങ്കിൽ അപകടം അവിടെ പതിയിരിക്കണോ ഒന്നും ഇവർക്കറിയില്ല. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് നേതാക്കളൊക്കെ എല്ലാ പാർട്ടികളിലെയും നേതാക്കൾ എത്തുന്നു. കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നു. ഇപ്പോൾ ശൈലജ സ്ഥലത്തെത്തി. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ അവിടേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നേതാക്കൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ എല്ലാവരും അവിടേക്ക് എത്തുകയും ആളുകളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ തന്നെ വേണ്ടതുണ്ട് എന്നതാണ് പ്രധാനം. ഈ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇത് അപകടമാണ് എന്ന തിരിച്ചറിവ് ആദ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ശരിയാണ്, ഒരു സംവിധാനത്തിൽ അനീതിക്കിരയായ ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നത് സംവിധാനത്തിന്റെ തകരാറ് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ കൊലപാതകമെന്ന ആരോപണം ഉന്നയിക്കുന്നതും രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചും തന്നെയാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അത് ഒരാൾ ചെയ്ത ക്രൈമാണ്. ആ ക്രൈം ചെയ്ത ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതിനപ്പുറത്തേക്ക് അത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന നിലയ്ക്കുള്ള ആരോപണങ്ങളെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ കൊലപാതകം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി നടത്തപ്പെട്ടതാണ് എന്നത് ദ്യോതിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല.